ഹലോ ഗായ്സ്, ഹിയർ നിങ്ങളുടെ സ്വന്തം മൻ ഫ്രം ജർമ്മനി. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ എൻ്റെ ചെറിയൊരു എക്സ്പീരിയൻസ് ആണ് ഷെയർ ചെയ്യുന്നത്. നിങ്ങൾക്കറിയാം, ഞാനിവിടെ ജർമ്മനിയിലാണ്. ജർമ്മനിയിലെ ഞാനിവിടെ നേഴ്സിംഗ് സ്റ്റുഡൻ്റാണ്. അപ്പോൾ ഞാൻ ഓൾറെഡി വേറൊരു സ്ഥലത്ത് നേഴ്സിംഗ് പഠിച്ചിട്ട് ഇപ്പോൾ വേറൊരു സ്ഥലത്തോട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ മുൻപ് പഠിച്ച സ്ഥലത്ത് നിന്ന് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തൊരു എക്സ്പീരിയൻസ് ആണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. പലർക്കും അറിയാം, നമ്മൾ മെയിനായിട്ട് യൂറോപ്യൻ കൺട്രിയിലൊക്കെ നമ്മൾ മെയിനായിട്ട് ചെയ്യേണ്ട ഒരു വലിയൊരു ഡ്യൂട്ടിയാണ്, നേഴ്സുമാരുടെ ഡ്യൂട്ടിയാണ് പേഷ്യൻറ്റിനെ കുളിപ്പിക്കുക എന്നുള്ളത്. അപ്പോൾ നമ്മൾ ആ പേഷ്യൻറ്റിനെ കുളിപ്പിക്കുമ്പോൾ ആ പേഷ്യൻറ്റിന് തോന്നുന്ന കുറേ ഫീലിംഗ് കാര്യങ്ങൾ, നമ്മളൊക്കെ വികാരമുള്ള ജീവികളാണ്, നമുക്കറിയാം മനുഷ്യൻ എന്ന് പറയുന്നത് വികാരമുള്ളവനാണ്. അപ്പോൾ ആ പേഷ്യൻറ്റിന് എന്തൊക്കെ ഫീലിംഗ് ഉണ്ടാവും എന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി എൻ്റെ എൻ്റെ സ്കൂളിൽ ഇന്നൊരു സംഭവം ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ നമ്മളെ ഗ്രൂപ്പുകളായിട്ട് തിരിച്ചിട്ട് എന്ത് ചെയ്യാണ്, ഒരാൾ നമ്മൾ ബെഡിൽ കിടക്കും. അപ്പോൾ നമ്മളെ ഫ്രണ്ട് വന്നിട്ട് നമ്മളെന്ത് ചെയ്യും, അവൻ നമ്മളെ കുളിപ്പിക്കും. അപ്പോൾ ഞാൻ എൻ്റെ ഇൻസ്റ്റയിലൊക്കെ ഞാൻ ഇന്നലെ ചെറിയ പിക്കൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ കുറച്ച് വാഷിങ്ങിനുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ട്, തുണിയും സംഭവങ്ങളൊക്കെ വെച്ചിട്ട് എന്തിനാണെന്ന് അറിയാമെന്ന് ചോദിച്ചു. കുറേ പേര് ട്രിപ്പ് പോകാനായിരിക്കും, അങ്ങനെയൊക്കെ കുറേ പേര് കമൻറ്റ് ചെയ്തിരുന്നു. അപ്പോൾ ആക്ച്വലി എന്തിനാണെന്ന് വെച്ചിരുന്നാൽ എൻ്റെ ബോഡി വാഷിങ്ങിനുള്ള സാധനങ്ങളായിരുന്നു. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ നമ്മൾ കൊണ്ടുപോകുന്നു. ഓൾസോ ബ്രഷ്, പേസ്റ്റ്, കാര്യങ്ങൾ, നമ്മളെ ഫുൾ ബോഡി വാഷിംഗ് ആയിരുന്നു. അപ്പോൾ ഫ്രം തല തൊട്ട് കാല് വരെ. പക്ഷേ നമ്മുടെ പേഴ്സണൽ പ്ലേസിലൊന്നുമില്ല. നമ്മളെ ചെറിയ നിക്കറിട്ടിട്ട് പോയി, എന്ന് വെച്ചാൽ നിക്കറുകളുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ആർബൈറ്റ് ഡ്രസ്സൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്കറിയാം, ഹോസ്പിറ്റലൊക്കെ പോയി കഴിയുമ്പോൾ ചെറിയൊരു ഡ്രസ്സില്ലേ, അതിട്ടിട്ട് നമ്മളവിടെ കിടക്കും. വന്നിട്ട് നമ്മളെ ഇത് ചെയ്യും. ഫുൾ നമ്മുടെ പേഴ്സണൽ ഏരിയ ഒഴിച്ചിട്ട് ബാക്കിയുള്ള ഏരിയ മൊത്തം നമ്മളെ വാഷ് ചെയ്യിപ്പിക്കുന്ന സംഭവമായിരുന്നു ഇന്ന്. ഇപ്പോൾ ലേഡീസൊക്കെ ആണെങ്കിൽ അവർ ക്ലാസ്സിലുള്ള മറ്റൊരു ബിക്കിനിയൊക്കെ ഇട്ടിട്ട് വന്നു. ഡ്രസ്സുണ്ട് അതിൻ്റെ ഉള്ളിൽ. അപ്പോൾ സംഭവം അടിപൊളിയായിരുന്നു. എന്ന് വെച്ചാൽ വേറൊരു എക്സ്പീരിയൻസ് ആയിരുന്നു സംഭവം. എന്ന് വെച്ചാൽ ഞാൻ മുൻപ് പഠിച്ചിരുന്ന സ്ഥലത്ത് നമ്മളെ ഈ വാഷിംഗ് ഒക്കെ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിലും ഒരു ഡമ്മി ബോഡിയിൽ കാണിച്ചു, നമ്മൾ സ്വയം ആ ഡമ്മി ബോഡിയിൽ ചെയ്യിപ്പിച്ചു. അപ്പോൾ നമുക്കറിയില്ല എന്താ ഫീലിംഗ് ഉണ്ടാവണേന്ന്. അപ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാനിപ്പോൾ ആസ് എ നേഴ്സ് ഞാനൊരു പേഷ്യൻറ്റിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ, ഞാൻ പേഷ്യൻറ്റിനെ കുളിപ്പിക്കുമ്പോൾ, പേഷ്യൻറ്റിനെ ബ്രഷ് ഹെൽപ്പ് ചെയ്യുമ്പോൾ അവനുണ്ടാവുന്ന ഓരോ ചിന്തകളാണ്. അപ്പോൾ നമ്മൾ ബ്രഷ് നല്ല കുത്തി നല്ല തേക്കുന്ന സമയത്ത് എന്ത് തോന്നും, അതൊക്കെ ഇന്ന് ഡിഫറെൻ്റ് ആയിട്ട് ഫീൽ ചെയ്തു. കുറേ ഞങ്ങൾക്കെന്ന് പറഞ്ഞാൽ 1 ഡേ ഫുൾ അതായിരുന്നു ഡ്യൂട്ടി. ഫുൾ രാവിലെ തൊട്ട് വൈകിട്ട് വരെ സംഭവം അതായിരുന്നു. നമുക്ക് എന്തൊക്കെ തോന്നും, നമുക്ക് ഇപ്പോൾ പല രീതിയിലും ബ്രഷ് ചെയ്യിപ്പിക്കുന്നത് തന്നെ, പല ഐറ്റംസ് വെച്ച് ബ്രഷ് ചെയ്യിപ്പിക്കുമ്പോൾ അതൊക്കെ ഓരോ ഡിഫറെൻറ്റ്. പിന്നെ ബോഡിയിൽ എവിടെ ടച്ച് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് തോന്നും. അപ്പോൾ എനിക്ക് ആദ്യം കിട്ടിയ പേരെന്ന് പറയുന്നത് ഒരു പെണ്ണായിരുന്നു. പക്ഷേ ഭാഗ്യത്തിന് ഇന്ന് അവൾ വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്ക് കിട്ടിയ പേരെന്ന് പറയുന്നത് ഒരു ബോയ് തന്നെ ഉണ്ടായിരുന്നു. ഞങ്ങളപ്പോൾ രണ്ടുപേരും ഒരുമിച്ച് ചെയ്തോളാമെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു ഓക്കെ നിങ്ങൾ ചെയ്തോളാമെന്ന് പറഞ്ഞു. അല്ലെങ്കിൽ കുറച്ച് രസമായിരുന്നു, പക്ഷേ അടിപൊളിയായിരുന്നു. അവൻ ഓൾറെഡി എക്സ്പീരിയൻസ് ഉള്ള ആളായിരുന്നു, ജർമ്മൻകാരനായിരുന്നു. അപ്പോൾ ഞങ്ങൾ കൂളായിട്ട് ഞാൻ അവനെയും കുളിപ്പിച്ചു, അവൻ എന്നെയും കുളിപ്പിച്ചു. പിന്നെ നമ്മുടെ കൂടെ നമ്മുടെ പഠിപ്പിക്കുന്ന മിസ്സുമാരുണ്ടായിരുന്നു. അപ്പോൾ അവർ നമുക്ക് ഓരോ നിർദ്ദേശങ്ങളൊക്കെ പറയും, ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം. എനിക്ക് അത്ര എക്സ്പീരിയൻസ് ഇല്ലായിരുന്നു. ഞാൻ ഓൾറെഡി ആംബുലൻസിലുണ്ടായിരുന്നു. പക്ഷേ അവിടെ എന്ന് പറഞ്ഞാൽ അത്ര എക്സ്പീരിയൻസ് ഇല്ല, ജസ്റ്റ് കണ്ടു നിൽക്കുന്നു. പിന്നെ 2-3 തവണയാണ് ക്യാർപ്പഫ്ലേക്ക് ചെയ്തിട്ടുള്ളൂ ഞാൻ. അപ്പോൾ ഇന്ന് നമുക്ക് ഇനി ഈ കാര്യം നമ്മൾ മറക്കാൻ പറ്റത്തില്ല. അത്രയും നമ്മുടെ ബോഡിയിൽ തന്നെ ഒരാൾ വന്ന് നമ്മൾ ഫുൾ അത് നമുക്ക് അനുഭവിച്ചറിയണം. അപ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നല്ല എക്സ്പീരിയൻസ് എൻ്റെ സ്കൂളിനൊക്കെ വളരെയധികം താങ്ക്സ്. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ.